ആയിരുന്നു അവരെത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ ലൂക്ക് ഹീറ അങ്ങനെ ഒരുപാട് നിരവധി വ്യക്തികൾ അവർ പ്രയത്നിച്ചു. ഈ അക്രമികൾക്ക് നാശമല്ലാതെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് നൂഹ് നബി ഇസ്ലാം പ്രാർത്ഥിച്ചു. ആ നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് വുദ്ദിനെയും യൗഹനെയും യൗക്കനെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഇന്നലെ അവിടേക്ക് എത്തുകയുണ്ടായി. ഇന്നതായെത്തി. ഇനി മരിച്ചുപോയ മഹാത്മാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് എത്തിയത്. അവിടെ എത്തിയിട്ട് അവസാനം പറഞ്ഞുപോയത് എന്നായത്തുമായാണ് പറഞ്ഞത്. ഒട്ടൽ എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്നാണ് അർത്ഥം പറയുന്നത്. സഹായം തേടുക എന്ന് പറയുമ്പോൾ ഇതിന് മുസ്ലിയാർക്ക് ഒട്ടൽ എന്നർത്ഥം അറിയാൻ കഴിയില്ലെങ്കിൽ അർത്ഥം എറിഞ്ഞവർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയവർ മറുത്തേജനിരിക്കുന്നുണ്ട്. അവർ ഖുർആൻ പരിഭാഷയായി എന്ത് എഴുതിയിട്ടുണ്ട് എന്നെങ്കിലും മുസ്ലിയാർ നോക്കാമായിരുന്നു. അതേ പ്രകാരം തന്നെ ഒട്ടൽ ഉമമഹും എന്ന് തഫ്സീർ കൊടുത്ത തഫ്സീർ റൂഹുൽ ബയാൻ പോലെയുള്ള തഫ്സീറുകൾ നോക്കാമായിരുന്നു. ശരിയായിട്ടുള്ള മൗലിക തന്നെ അതിൽ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ്. അല്ലാതെ ഒരിക്കലും സഹായം അഭ്യർത്ഥിക്കുക എന്ന് എഴുതിയിട്ടില്ല. ഖുർആൻ പരിഭാഷ പോലും ഖുർആൻ ശരിക്കും നേർക്ക് നേരെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ പരിഭാഷയൊന്നും വായിക്കാൻ സാധിക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് വഴിയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇത് വെച്ച് കെട്ടുക. മാത്രമല്ല ആയത്ത് പോലെ വ്യക്തമായി മുഴുവൻ ഓടാതെ മറച്ചു വെക്കുകയാണ് ചെയ്തത്. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനോടൊന്ന് അന്വേഷിച്ചു നോക്കൂ. എന്താണ് അന്വേഷിക്കേണ്ടത്? സഹായം ചോദിക്കുകയല്ല, രോഗം മാറ്റാനല്ല, ഈ പ്രബോധനത്തിന് സഹായിക്കാനല്ല. അജാലിനാലിൽ പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ ഒരു ആരാധ്യനായി ആരെങ്കിലും ആരാധിക്കപ്പെട്ടിരുന്നോ എന്നവരോട് ചോദിച്ചു നോക്കൂ. ഉത്തൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കലാണെങ്കിൽ ഉത്തൽ കഴിയ ആ ഗ്രാമത്തോട് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിനെ വിളിച്ചും പ്രാർത്ഥിച്ചോ എന്നാണ് മുസ്ലിയാർ പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? എവിടേക്കാണ് എത്തുന്നത്? അതുകൊണ്ട് തന്നെ ഉമമഹും എന്നാണ് ഖുർആൻ അവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുമ്പ് കഴിഞ്ഞു പോയത് ആ പ്രവാചകന്മാരുടെ ജീവിച്ചിരിക്കുന്ന സമുദായത്തോടും അവർ പണ്ഡിതന്മാരോട് ചോദിക്കുക എന്ന ഖുർആൻ തഫ്സീറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മുസ്ലിയാർ വാദം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ ഓരോ ആയത്തുകളിലേക്കും ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഇവിടെ ഒന്നാമതായി പറഞ്ഞത് ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ എല്ലാം തന്നെ സാലിഹായ ആളുകളുടെ പേരുകളാണ്. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ വാദം അവതരിച്ചുകൊണ്ട് ആദ്യം തന്നെ ആരംഭിച്ചത് ഷിർക്ക് എന്നൊരു നിർവചനം പറഞ്ഞുകൊണ്ടാണ്. ഷിർക്ക് എന്നൊരു നിർവചനം പറയുന്നതാണെങ്കിലോ ശരീക്കും ഉരുവയത്തിലുള്ള ശരീക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിർക്കിന്റെ നിർവചനം പറയുന്നത്. ഇന്നലെ ആ നിർവചനം പറഞ്ഞപ്പോൾ ശരീക്ക് എന്താണെന്ന് പറഞ്ഞപ്പോൾ ശരീക്ക് എന്താണെന്ന് അവരുടെ ഭാഗത്ത് മനസ്സിലായില്ല. ഇന്ന് അതേ വാക്കുകൾ തന്നെ പ്രയോഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ശരീക്ക് എന്താണെന്ന് അവർക്ക് ഇന്നെങ്കിലും മനസ്സിലായല്ലോ. ശരീക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കുചേർക്കൽ തന്നെയാണ്, പങ്കുചേർക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇനി ഇവിടെ പിന്നീട് ഓടിയത് വാദം സ്ഥാപിക്കാൻ വേണ്ടി ഓടിയ ആയത്തുകൾ ഓരോന്നോരും നോക്കും. ഒന്നാമതായി താരിഖു ആലിഹത്തിനാല് ഷായിരും മജ്നൂൻ. ഞങ്ങളുടെ ദൈവങ്ങളെ ഒരു ഭ്രാന്തനായ പ്രവാചകന് വേണ്ടി ഉപേക്ഷിക്കണമോ? ഇവിടെ ദൈവങ്ങളെ ഉപേക്ഷിക്കണമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ദൈവങ്ങൾ ഒരേ ദൈവമാക്കി മാറ്റി ഇതെല്ലാമാണ് അവർ ഓടിയിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാത്തൊരു ആരാധ്യനില്ല എന്നവർ അംഗീകരിച്ചു. പക്ഷേ ഇലാഹുണ്ട്, ഇലാഹാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ഇബാദത്താവുകയുള്ളൂ എന്നാണ് മുസ്ലിയാരുടെ വാദം. ഇലാഹാണെന്ന് അംഗീകരിക്കാതെ പ്രാർത്ഥിച്ചാൽ അത് ഇബാദത്താവുകയില്ല എന്നാണ് മുസ്ലിയാർ വാദിക്കുന്നത്. എന്നാൽ ഒരു കാര്യം, ഇലാഹിനുള്ള ഏതെങ്കിലും ഗുണം അല്ലാഹുവല്ലാത്തവർക്കുണ്ട്. ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ തന്നെ അതുണ്ട് എന്ന് അവരോട് വിശ്വസിച്ചുകൊണ്ട് ഇലാഹിന്റെ ഏതെങ്കിലും ഗുണങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചെയ്യുന്ന പ്രാർത്ഥനയോ അവർക്ക് ചെയ്യുന്ന സാധാരണമോ അവർക്ക് ചെയ്യുന്ന എന്ത് പ്രവർത്തനമോ അത് ഇബാദത്താവുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ ഇലാഹാണെന്ന് വിശ്വസിക്കാനും ഇല്ലെങ്കിലും അത് ആരാധനയാണ് അവർക്ക്, അത് ഇബാദത്താണ് അവർക്ക്, അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ പ്രവാചകന്മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കിയതായി ഇമാം റാസിദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അജ്മാൽ അംബിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസിദ് ആ കാര്യം വ്യക്തമാക്കുന്നു. ഞാൻ നോക്കിയെടുത്ത് തന്നെ പറയാം, ഇതിന് സമയമുണ്ടല്ലോ.
ഇങ്ങനെ വായിച്ച ചിറക് തന്നെയാണത്. ആ പോയിട്ടില്ല, കിട്ടിയിരിക്കുന്നു. أجمع كل الأنبياء عليهم السلام على أن عبادة لله تعالى كفر سواء يعتقد في ذلك الغرب كونه إلها للعالم أو يعتقد به أن عبادته تقربه من الله تعالى. ഇവിടെ നാം രാജയോട് വ്യക്തമായി തന്നെ പറയുകയാണ്, സകല പ്രവാചകന്മാരും ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് കുഫറാവുന്നു. ആരാധിക്കപ്പെടുന്ന വസ്തു ലോകത്തിന്റെ ദൈവമാണ് എന്ന് വിശ്വസിച്ചാലും ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ വിവാദത്ത് ഇതാണ് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ആരാധനയാകുന്നു. അതാണ് വളരെ വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിവെച്ചവൻ ആരാണുള്ളത്? മന്നായ സജീവനവുമില്ലായോ നിർത്തിയാമ അതേ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയും ഉത്തരം ചെയ്യാത്തവര് അവരോട് ചെയ്യുന്ന പ്രാർത്ഥന അവരറിയാത്തവരാണ്, ശ്രദ്ധിക്കാത്തവരാണ്. മാത്രമല്ല ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വിഗ്രഹങ്ങളുടെ കാര്യമല്ല, ബിംബങ്ങളുടെ കാര്യമല്ല, കല്ലിന്റേതല്ല, മണ്ണിന്റേതല്ല, മരത്തിന്റേതല്ല. മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനൂനവും മൈതാൻ അവരുടെ ശത്രുക്കളായി മാറും. അവർക്ക് ചെയ്ത ഈ ഇബാദത്ത് അവരോട് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് അള്ളാഹുവിനോട് ഇസ്തിനാമ ചെയ്യേണ്ടതാണ് എന്ന് മുസ്ലിയാർ മറച്ചു വെച്ച മൂടി വെച്ച ഇബാദത്ത് ഇവിടെ വളരെയധികം സമയങ്ങളോടും ചർച്ച ചെയ്ത് ഇസ്തിറാമത്തും അള്ളാഹുവിനോട് ഇസ്തിറാം ചെയ്യേണ്ടതാണ് എന്നുള്ള ആ വാക്കിന്റെ മുന്നിൽ മുസ്ലിയാർ ഭവപ്പെട്ട് അമ്പരം നിന്ന് പോയത്. അത് തന്നെയാണ് ആ വിഭാഗത്തിനെ നിഷേധിക്കും. ഖുർആൻ മറ്റൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون. وإذا رأى الذين أشركوا شركاءهم ശിർക്ക് ചെയ്തവർ, അല്ലാഹുവിൽ പങ്കുചേർത്തവർ അവരുടെ പങ്കാളികളെ അന്ത്യനാളിൽ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്ന രംഗമാണ് പറയുന്നത്. റബ്ബിനോട് അവർ പറയുകയാണ്, റബ്ബനാ ഹൗലായി ശുഫാഉനാ, റബ്ബനാ ഹൗലായി ശുറകാഉനാ, ഞങ്ങളുടെ നാഥ ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ. ഈ കൂട്ടരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ. എന്നിട്ട് എന്താണ് ഞങ്ങളവരോട് ചോദിച്ചേക്ക്, കുല്ലാനലോമിൻ തൂനിക്ക, നിന്നെ കൂടാതെ ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചുപോയി, നിന്നെ കൂടാതെ ഞങ്ങൾ ഇവരോട് ദുആ ചെയ്തു പോയി. ഈ ആയത്തിനെ പറ്റി മറുഭാഗം നീണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. കുല്ലാനലോമിൻ തൂനിക്, നിന്നെ കൂടാതെ ഞങ്ങളവരോട് ദുആ ചെയ്തു. അപ്പോഴതാ ആ പ്രാർത്ഥിക്കപ്പെട്ടവർ മറുപടിയിട്ട് കൊടുക്കുന്നു, ഇന്നക്കുന്ന കാര്യവും കൂട്ടരെ നിങ്ങൾ പറയുന്നത് നുണയാണ്, കളവാണ്, ഞങ്ങളോട് പ്രാർത്ഥിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ആദ്യം പറഞ്ഞ ആയത്തിൽ പറഞ്ഞത്, അവരോട് ചെയ്ത പ്രാർത്ഥന അവർ ശ്രദ്ധിക്കാത്തവരാകുന്നു, അവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ഇനി മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടൽ അനുവദനീയമാണ് എന്നതിന് ഇവിടെ എന്താണ് മറുഭാഗത്ത് ഇന്നലെ ഖണ്ഡിച്ച സകലത്തിലെ ആയത്തുകൾ അത് തന്നെ ഒന്നുകൂടി ആവർത്തിച്ചു. ഒന്നാമതായി പറഞ്ഞത് ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു വല്ലദീന ആമനു, ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു വല്ലദീന ആമനു. ഈ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ. അത് പറയാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വല്ലദീന ആമനു സത്യവിശ്വാസികളാണ് എന്ന് ആദ്യം വായിച്ചു വന്നപ്പോൾ അതിന്റെ മുന്നിൽ അമ്പരം നിന്നോളി. കാരണം കഴിയുകയില്ല എന്നവിടെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അള്ളാഹിനെ കൂടെ അള്ളാഹിന്റെ പുറമെ മറ്റാരെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥിക്കൂ. പരാജന്റെ കൂടെ കെട്ടും തഹവീല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിഷയം അകറ്റി
ചെയ്യുവാൻ അവർക്ക് കഴിയുകയില്ല, അതിന് പേടി വരുത്താൻ കഴിയുകയില്ല. ഉലായികന്റെ മക്രം, അവരിൽ ഏറ്റവും സാമീപ്യം ചിന്തിച്ചവർ പോലും അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഭിന്നങ്ങളെ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ഭിന്നങ്ങൾക്ക് നിർദ്ദേശീയമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം ആഗ്രഹിക്കുകയും അവന്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത് വിഗ്രഹങ്ങളല്ല ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായി റാജി പറഞ്ഞത് ഇന്നലെ ഉദ്ധരിക്കുകയുണ്ടായി. അള്ളാഹുവിനോട് സാന്നിധ്യം ആഗ്രഹിക്കുക എന്നത് വിഗ്രഹങ്ങൾക്ക് ഒരിക്കലും ചേർന്നല്ല എന്ന് റാജി വ്യക്തമായി പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ സമർപ്പിച്ചതാണ്. അതിന് ഇതുവരെയും മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഒരു അവതരിപ്പിക്കണമെങ്കിലും ഞങ്ങൾ ഒരിക്കുക ഈ ആയത്തിനെ സംബന്ധിച്ച്, ഞങ്ങൾ വിശദീകരിച്ച ആയത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമെന്ന് കരുതിയിരുന്നു. പക്ഷെ യാതൊന്നും പറയുകയുണ്ടായില്ല. എന്ന് പറയുന്നത് ഇന്ന് പുതിയൊരു ആയത്തിന്റെ അവതാരമാണ്. അതായത് മരിച്ചുപോയവർക്ക് സഹായം ചെയ്യാൻ കഴിയുമെന്ന് ഒരാളിനാമില്ലതിന്റെ ഒരിയും ഒരാളിനാമില്ലതിന്റെ നസീറ, ഒരാളിനാമില്ലതിന്റെ ഒലിയും ഒരാളിനാമില്ലതിന്റെ നസീറ എന്ന് ഒരു പുതിയ ആയത്ത്. അത് മരിച്ചുപോയ ഒരു സഹായം തുറന്നതാണ് പോൽ. എന്താണ് ആയത്തിൽ പറയുന്നത്? ഇവിടെ ആയത്ത് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. യുദ്ധത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല? അതേ സ്ത്രീകളും പുരുഷന്മാരുമായ ദുർബല വിഭാഗത്തിന്റെ ഒരു കൂടൂല, അതേ കുട്ടികളുടെയും അവർ പറയുന്നു, അവരെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, റബ്ബിനോടാണ് അവരുടെ പ്രാർത്ഥന. റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന. ഞങ്ങളുടെ നാഥ, ഈ അക്രമിയുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കി തരണമേ നാഥ. ഉജാലനാമില്ലതിന്റെ ഒലിയൻ ഉജാലനാമില്ലതും കരസീറ, നിന്നിൽ ഞങ്ങൾക്കൊരു സഹായി, നിന്നിൽ ഞങ്ങൾക്കൊരു രക്ഷകനെ ഞാക്കി തരണമേ എന്ന്. ഇവിടെ ഇതിന്റെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് എല്ലാവരുടെ തഫ്സീർ ഇമാം നാവവി വ്യക്തമായി പറയാൻ നോക്കൂ. ഖാല ഇബ്നു അബ്ബാസ് യുരീദു വിജാലനാ റജുലൻ മിനൽ മുഅ്മിനീന യുവാലീന വയഖൂമു മസാലിഹിന. രണ്ട് തഫ്സീറാണ് പറയുന്നത്. ഒരു ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിളോട് ഉദ്ദേശിക്കുകയാണ്. ഇജ്ആൽ അലൈനാ റജുലൻ മിനൽ മുഅ്മിനീന യുവാലീന വയഖൂമു മസാലിഹിന വയഹ്കുമു അലൈനാ ദീനനാ വശറഅനാ. ഞങ്ങളുടെ മതവും ഞങ്ങളുടെ നിയമവും ഞങ്ങൾക്കുള്ള ഗുണങ്ങളുമെല്ലാം സംരക്ഷിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്ന, ഞങ്ങൾ ഭരിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് നിയമിച്ചു തരണമേ, ഈ ഭരണകർത്താവിനെ നിയമിച്ചു തരണമേ എന്ന് അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മരിച്ചുപോയ മഹാത്മാക്കളല്ല. ഞങ്ങൾക്ക് മക്കത്ത് വന്ന് ഞങ്ങളെ ഭരിക്കുവാൻ, മക്കത്ത് ഇതുപോകാൻ കഴിയാത്ത അവരുടെ അന്തസ്ഥനായ അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഗുണങ്ങൾ നോക്കി ഭരിക്കുവാനാണ് നിങ്ങൾക്ക് നിയമിച്ചു തരണമേ. അതേപോലെ അള്ളാഹുവോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. അതേ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്, അള്ളാഹുവോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. കാരണം എന്താണ്? നബി അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മാ ഫതഹ മക്ക മക്ക വിജയത്തിൽ അവിടെ താവിനെ അമീറാക്കി ഭരണകർത്തമായി നിശ്ചയിച്ചു. പരമാവധി ഭരണകർത്താവ് നബിന്റെ കീഴിൽ ഗവർണറായി നിശ്ചയിച്ചപ്പോൾ അവിടുത്തെ ഭരണകർത്താവ് ഒലി എന്ന് പറയുന്നത് ഭരണകർത്താവ് നിയന്ത്രിക്കുന്നതാണ്. സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോഴും ഒലിഞ്ഞ് കൈ കൊടുക്കും നമുക്കറിയാലോ. കാരണം ആ സ്ത്രീയെ കെട്ടിച്ചു കൊടുക്കുവാനുള്ള അധികാരം ഒലിഞ്ഞാണ്. അത് മരിച്ചുപോയ മഹാത്മാവാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല, ആ സ്ത്രീയെ കൈ കൊടുക്കുവാനുള്ളത് ഒലിഞ്ഞനാണ്. ഇതേ പ്രകാരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വലിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ ഒലിയുടെ സഹായി ഈ ഇബ്നു മുസൈദായിരുന്നു എന്ന്. ഈ നിലക്കത് ദുർബലിൽ നിന്ന് ശക്തമായെന്നും ദുർബലെന്നും അതേ പ്രകാരം തന്നെ ശക്തിയുള്ളവെന്നും ശക്തിയില്ലാത്തവെന്നും
നീ വാദിച്ചു കൊടുത്തിരുന്നു. ഈ നിലക്ക് ഭരണകർത്താവ് നിശ്ചയിക്കാനാണ് പറഞ്ഞത്. അതല്ലാതെ ഒരു മരിച്ചുപോയ മഹാത്മാവിനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നിശ്ചയിച്ചു തരണമേ എന്ന് പറഞ്ഞതല്ല. ഇതിനുവേണ്ടിയാണ് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് തെളിവായി ഉദ്ധരിച്ചത്. ഇതും ആയത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതേ പ്രകാരം ഇനിയും ഉദ്ധരിച്ചത് ഹുറോയം ഇതിന് പറഞ്ഞതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു ആപത്സന്ധി വന്നപ്പോൾ അതിന് സഹായിക്കാൻ അല്ലാഹുവും അതേ പ്രകാരം തന്നെ സാലിഹിൻ മുഅ്മിനീങ്ങളും മലക്കുകളും ജിബ്രീലുമെല്ലാം ഉണ്ട് എന്നാണ്. എന്താണ് ഈ ആപത്സന്ധി? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്താണ് ഈ ആപത്സന്ധി വന്നത്? നബിക്ക് തൃപ്തിപ്പെടാത്തൊരു കാര്യത്തിൽ നബിയുടെ രണ്ട് ഭാര്യമാർ ചോദിച്ചു. അവർ നമ്മൾ സ്വകാര്യ വർത്താനം പറഞ്ഞു. അവരെ ഖുർആൻ താക്കീത് കൊടുക്കുകയാണ്. അതെ, ഈ രണ്ട് സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു ഹഫ്സ റളിയല്ലാഹു നബിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ സ്വകാര്യമായി ചർച്ച ചെയ്തു. ഇതിനെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് ഖേദിച്ചു മടങ്ങേണ്ടതാണ്. നിങ്ങൾ ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ കേൾച്ചു മടങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും നബിന്റെ ഭാഗത്താണ്. അള്ളാഹുവിന്റെ അതേപ്രകാരം തന്നെ സാർവീകളായ സൈവസാനികളും അതിൽ അബൂബക്കറടക്കം ആയിഷ റളിയല്ലാഹുവിന്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹഫ്സാറിന്റെ പിതാവ് ഉമർ റളിയല്ലാഹു ഇവരടക്കം നബിന്റെ ഭാഗത്താണ്. നിങ്ങളുടെ പിതാക്കന്മാർ പോലും നബിന്റെ ഭാഗത്താണ്. ഇതാണ് ഖുർആൻ. വേദക്കാരെ തൗഹീദിലേക്ക് എനിക്ക് നോക്കൂ. കിതാബ് കലിമത്തിൽ സവായിക്കും അല്ലാതെ അവിടെ വേദക്കാരെ കലിമത്തിൽ സവായിക്കും ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്ന തത്വത്തിലേക്ക് വരൂ. വേലക്കാരെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വിളിക്കുന്നു. നമ്മളും അവരും അംഗീകരിക്കുന്ന തത്വത്തിലേക്ക്. ഏതാണ് ആ തത്വം? അല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന തത്വം ഞങ്ങളെപ്പോലെ നിങ്ങളും അംഗീകരിക്കുന്നതാണല്ലോ. ഒരാളെത്തുകയും അറിവാമില്ല. അതേ പ്രകാരം തന്നെ നമ്മിൽ ചിലർ മറ്റു ചിലരെ അള്ളാഹുവിന്റെ പുറമെയുള്ള ആരാധ്യന്മാരാക്കി റബ്ബുകളാക്കി വെക്കരുത് എന്ന കാര്യത്തിൽ ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്നതാണല്ലോ. ഇതിലേക്ക് വരുമെന്ന് ഇത് വരാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിലോ മുസ്ലിമോൻ നിങ്ങൾ ഇതിലേക്ക് മടങ്ങി വരാൻ തയ്യാറില്ലെങ്കിൽ, രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്ന തത്വത്തിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറില്ലെങ്കിൽ അവരോട് പറയാൻ വേണ്ടി നമ്മൾ കൽപ്പിക്കുകയാണ്, നിങ്ങൾ സാക്ഷികളാണ്, ഞങ്ങളിൽ അംഗീകരിക്കുന്ന മുസ്ലിങ്ങളാണ് എന്ന്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് സാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദക്കാരെ ക്ഷണിച്ചു. അപ്പൊ ഈ തത്വം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തത്വം വേദക്കാരും അംഗീകരിക്കുന്നവരാണ്. ആ വേദക്കാർ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരാക്കി വെച്ചു. അവരുടെ പുരോഹിതന്മാരെയും പാലന്മാരെയും അവർ റബ്ബുകളാക്കി വെച്ചു, ആരാധ്യന്മാരാക്കി വെച്ചു. എങ്ങനെയാണ് ആരാധ്യന്മാരാക്കി വെച്ചത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹല്ലു ശൈഅൻ ഫഅൽതുമൂഹു വഇദാ ഹറമു ശൈഅൻ ഫഹറത്തുമൂഹു ഫതിൽക ഇബാദത്തുഹും ഇയ്യാ. നിങ്ങൾ അവരുടെ കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ ഹലാലാണ് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അവരുടെ കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമാണ് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അത് തന്നെയാണ് ഇബാദത്ത്. ഇതേ പ്രകാരം തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞുകൊണ്ട് റാവി വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് വൈകാനത്ത് കിതാബൻ ഞാൻ ആദ്യം കേൾപ്പിച്ച ആയത്തിന്റെ വിശദീകരിച്ചുകൊണ്ട് റാവി വിശദീകരിക്കുന്നു. മുസ്ലിങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ ഈ ആയത്തിന്റെ കൊന്തയുമായി വലിച്ചുകൊണ്ടുപോകുന്നു, അവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നർത്ഥം. ഏതുപോലെ
ഔലിയായി അന്നഹും യദുറൂന ഔ യൻഫഊന ബിദവാത്തിഹിം. സ്വന്തം നിരക്ക് ഔലിയാക്കളും ഔലിയാക്കൾ ഉപകാരം ഉപദ്രവം ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് ഈ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരെ ഔലിയാക്കൾ ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് പങ്കുചേർക്കുന്ന ശിർക്കന്മാർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. അവർക്ക് ഈ ആയത്ത് ബാധകമാകുന്നു എന്ന് സായിയോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മുസ്ലിങ്ങളെ ശിർക്കിലേക്ക് നയിക്കാതെ അവരെ നമുക്ക് തൗഹീദിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്, നമുക്കിതിലേക്ക് വരാമെന്ന്. ആ നിലക്ക് അല്ലാഹു വ്യക്തമായി പറയുന്നു, വന്നൽ മസാജിദില്ല ഫലാ തദഉ മഅല്ലാഹി അഹദാ. ആരാധനാലയങ്ങൾ അല്ലാഹുവിന്റേതാണ്. അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ, മറ്റാരെയോ നിങ്ങൾ സഹായം തരരുതേ. പറയുക, ഞാൻ എന്റെ നാമിനോട് മാത്രം പ്രാർത്ഥിക്കും, ഞാൻ അവരിൽ ഒരിക്കലും ശിർക്ക് വെക്കുകയില്ല, പങ്കുചേർക്കുകയില്ല. കാരണം എന്താണ്? അവർ പങ്കുചേർക്കുന്നത് അവർ അയ്യത്വം നേർപ്പനായി നിഷേധിക്കും. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥന അവർ കേൾക്കില്ല. ഓരോ സമയവും അവസ്ഥ ഞാൻ മുടക്കും, കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യില്ല. മാത്രമല്ല വിശ്വസിക്കും ക്രിയാമെന്നാളിൽ നിങ്ങളുടെ ഈ ബൗദ്ധവിശ്വാസം, നിങ്ങളുടെ ശിർക്ക് അവർ യഥാർത്ഥത്തിൽ നിഷേധിക്കും. അവർ പറയും, ഞങ്ങൾ ഉത്തരവാദികളല്ല, ഞങ്ങൾ ഇതിന്റെ ആളല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്ന രംഗം വരാനുണ്ട്. ആ രംഗത്ത് വെച്ച് ഖേദപൂർവ്വം നമ്മൾ പറയേണ്ടി വരും, റബ്ബനാ ഹൗലാഇ ശുറകാഉന, ഞങ്ങളുടെ നാഥ ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ, ഇവരെയാണ് നിങ്ങൾ ശിർക്ക് ചെയ്തത്. എന്താണ് ഇവരോട് ശിർക്ക് ചെയ്തത്? കുഞ്ഞാനവരും ജോലിക്ക, നിന്നെ കൂടാതെ ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് മുഴുവങ്ങൾക്ക് താക്കി നൽകുക. ഈ ഖുർആനിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുക, ആർക്കും മുന്നറിയിപ്പ് നൽകുക. റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ആരുണ്ടോ ഭയപ്പെടുന്നു, അവർക്ക് ഖുർആൻ മുന്നറിയിപ്പ് നൽകുക. എന്താണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? അല്ലാഹു അല്ല നിങ്ങൾക്ക് രക്ഷകനില്ല, മാലക്കും അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് രക്ഷകനില്ല, സഹായമില്ല. ഈ മുന്നറിയിപ്പ് നൽകുക. നിങ്ങൾക്ക് ശുപാർശക്കാരില്ല. എന്തിനാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? അവർക്കെന്ന ഭക്തി ഉണ്ടാവാൻ, തെക്കോയുണ്ടാവാൻ. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷിക്കാൻ ഒരാളുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ട് എന്ന വിശ്വാസം ഉണ്ടായാൽ അവർക്ക് ഭക്തി ഉണ്ടാവില്ല, അവർക്ക് തെക്കോയ ഉണ്ടാവില്ല. തൗഹീദിനോട് വിശ്വാസം ഉണ്ടായാലേ ഭക്തി ഉണ്ടാവൂ. അതുകൊണ്ടാണ് പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഇരുത്തരി മുസ്ലിംകാത്ത് നിങ്ങൾ 7 മഹാപാപങ്ങൾ ഉപേക്ഷിക്കുക. അവരുവ ശിർക്കുമില്ല. അതിൽ ഒന്നാമത്തെ തന്നെ അല്ലാഹു പങ്കുചേർക്കലാണ്. സുന്നികളാണ് പറയുന്നത്, നിങ്ങൾ മഹാപാപങ്ങൾ ഉപേക്ഷിക്കൂ. അതിൽ ഒന്നാമത്തത് അല്ലാഹു പങ്കുചേർക്കലാണ്. അല്ലാഹു പങ്കുചേർക്കുന്നത് മഹാപാപമാണ്. കാരണം എല്ലാ പാപങ്ങളും കുറ്റബോധത്തോടുകൂടി പാപബോധത്തോടുകൂടി ചെയ്യുമ്പോൾ ഈ ശിർക്കാവുന്ന പാപം പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ശിർക്കൻ അവൻ ചെയ്യുന്ന ശിർക്ക് പുണ്യമാണ് എന്ന് കരുതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാപങ്ങൾ വെച്ച് വലിയ പാപം അതായിത്തീരുന്നത്. ഈ മുസ്ലിം ബന്ധുജനങ്ങൾ ഇങ്ങനെ ശിർക്കിലേക്ക് പോകുമ്പോൾ അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരുന്ന ബാധ്യത നമുക്കുണ്ട്. ഇതാണ് പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രവാചകന്മാരെല്ലാവരും ഒരുപോലെ പ്രബോധനം ചെയ്ത കാര്യമാണിത്. ഇതാണ് എല്ലാ പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നാം പുറകോട്ട് പോയാൽ നാം പോകുന്ന സത്യനിഷേധത്തിലേക്കാണ്. ഈ കാര്യത്തിൽ നിന്ന് ഒരു അണിയറ വ്യതിചരിക്കാതെ ഉണ്ട്. അല്ലാഹുവിനോട് മാത്രം സഹായം തേടി അല്ലാഹുവിനെ മാത്രം വിശ്വസിക്കുന്നാൽ തീർച്ചയായും നമ്മളെ സഹായിക്കാൻ അല്ലാഹു പര്യാപ്തമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു പോലെയാണ് അടിമക്ക്. ഖുൽ ഹസ്ബി അല്ലാഹ്, പറയുക അല്ലാഹു മതിയെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി. നമ്മുടെ കാര്യങ്ങൾ ബലമേൽപ്പിക്കുവാൻ അല്ലാഹു പര്യാപ്തമായതാണ്. കാരണം അല്ലാഹു അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അല്ലാഹുവാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ. മറ്റെല്ലാം ഒന്നാം ചോദ്യം, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിയിൽ പറഞ്ഞ് അർപ്പിച്ചാൽ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കാകുമെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ അള്ളാഹു റഹീമാണെന്ന് നാം വിശ്വസിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹീമാണെന്ന് ഖുർആനിലുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ചോദ്യം 1. രണ്ടാമത്തത്, ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന ആയത്തിൽ സഹായി എന്ന അർത്ഥത്തിലാണ് എന്ന് ഇമാം റാസി പറയുന്നു. യജിബു അൻ തകൂന ഹിയ ബിമാഅൻ നുസ്റതി, സഹായം എന്ന അർത്ഥത്തിലാണ് വേണ്ടത്. വകുല്ലു മൻ അൻസഫ വതറക തഅസ്സുബ, പക്ഷപാതം ഒഴിക്കുകയും ആത്മാർത്ഥമായി പറയുകയും ചെയ്തവൻ, അവൻ യഥാർത്ഥത്തിൽ ആയത്തിൽ ചിന്തിക്കുകയും ചെയ്തവൻ. ഈ ആയത്തിന്റെ അർത്ഥം സഹായിക്കുന്നവൻ എന്നാകുന്നു എന്ന് ഇമാം റാസി പറഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ പറയാനുണ്ട്. 2 ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ശിർക്കിന്റെ താരീഖില് ഞങ്ങള് ബിമാനാ വുജൂബിൽ വുജൂദി എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും പറഞ്ഞു സ്വയം പര്യാപ്തതയുള്ളവൻ എന്ന അർത്ഥത്തിൽ പങ്കുചേർക്കലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശിർക്കിന്റെ നിർവചനം പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ബിമാനാ വുജൂബിൽ വുജൂദി ഔ ബിമാന ഇസ്തിഹ്ഖാഖിഹി ലിൽഇബാദ എന്ന 2 അർത്ഥം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആ താരീഖ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ വുജൂബുൽ വുജൂദ് ഉണ്ടെന്ന് വിശ്വസിക്കാത്ത, ഇലാഹാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് വല്ല തെളിവ് വരുന്നുണ്ടോ? അനുസരിക്കുക. 3-ാമത്തെ ചോദ്യം. 4-ാമത്തെ ചോദ്യം, അഹ്ലു കിതാബ് ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതി. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈസാ നബി അലൈഹിസ്സലാം അവരാണ്, അല്ലാഹു തആലയാണ് എന്നും അല്ലാഹുവിന്റെ മകനാണെന്നും അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ആയത്തോതി. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ റഹീം എന്ന സിഫത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് അല്ലാഹുവിന്റെ മാത്രമായുള്ള സിഫത്തല്ല എന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി ഇവിടെ കൂടിയ എല്ലാ ആളുകൾക്കുമുണ്ട്. 2, ഈ പ്രപഞ്ചമാകെ പരന്നു കിടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, ആ റഹ്മത്തിനെ ബോധിപ്പിക്കുന്ന സിഫത്ത് റഹ്മാൻ എന്ന സിഫത്ത് അല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട്. റഹീം എന്ന സിഫത്ത് മനുഷ്യന് പറയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ പരമമായ കാരുണ്യത്തിന്റെ, അല്ലാഹു മനുഷ്യന് വിട്ടുകൊടുത്തിട്ടില്ലാത്ത ആ കാരുണ്യത്തിന്റെ ഭാഗം അവിടെ യോജിപ്പിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. റഹീം എന്നതിന് പഴയ അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല, പഴയ അർത്ഥം പരലോകത്ത് പ്രത്യേകമായി പ്രതിഫലം നൽകുന്നവരെന്നാണ്. പരലോകത്ത് പ്രത്യേകമായി പ്രതിഫലം നൽകുക എന്ന സിഫത്ത് ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടെന്ന് മുസ്ലിം ലോകമാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉപയോഗിച്ചത് ആ അർത്ഥത്തിലല്ല. കാരുണ്യവാൻ, അബുൻ റഹീം, കാരുണ്യവാനായ പിതാവ് എന്ന് പറയാനുള്ള അർത്ഥത്തിലാണ്. പിന്നെ 2, ശിർക്കിന്റെ താരീഫ്, ശിർക്ക് എന്താണെന്ന് ഞങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് വിട്ടുകൊടുത്തിട്ടില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലോ സിഫത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുകാരെ ചേർക്കുന്ന പ്രവൃത്തിയോ വാചകമോ വിശ്വാസമോ ഇലാഹാണെന്നുള്ള വിശ്വാസമില്ലാതെ ആയാലും അത് ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ശിർക്കിന്റെ താരീഫിനെ സംബന്ധിച്ചിടത്തോളം ശറഉൽ അഖായിദ നിങ്ങൾ വായിച്ചു. ശറഉൽ അഖായിദയിൽ എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഈ ഭാഗത്ത് പറഞ്ഞ ഒരു പദപരമായിട്ടുള്ള കുടുക്ക് നിങ്ങൾക്കും സംഭവിച്ചു എന്ന് ഇവിടെ നിന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ശിർക്കിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൾ, സിഫത്തുകൾ, ദാത്ത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ പങ്കുചേർക്കുന്നതാണ് ശിർക്ക്. അത് നിങ്ങൾ പറഞ്ഞു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവമാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ദൈവമാക്കിയ ആളുകൾ കാഫിറാണെന്ന കാര്യത്തിൽ 2 വിഭാഗവും തമ്മിൽ തർക്കമില്ല. ഒരാളെ ദൈവമാക്കിയാൽ അയാളുടെ ഹുക്മുണ്ട് എന്ന് മാത്രമല്ല നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്താണ് അതിന്റെ ഹുക്മ് എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിച്ച ആളുകൾ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന ശിർക്കാകുന്നു എന്ന നിലക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, ഞങ്ങൾ സ്വന്തം നിലക്കല്ല, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ
ബിൽമുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞ സ്ഥലത്ത് റഊഫൻ എന്ന് കാരുണ്യവാൻ എന്ന അർത്ഥമുണ്ട്. അതിനുശേഷം റഹീമൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന നബി എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ സംബന്ധിച്ച് മൗലവിക്ക് എന്ത് പറയാനുണ്ട്? കാരുണ്യവാൻ എന്ന അർത്ഥം റഊഫൻ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം റഹീമൻ എന്ന് പഴയ അർത്ഥമല്ല, പുതിയ അർത്ഥവും എന്നുമുള്ള അർത്ഥവും. റഹീമൻ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലും ദുനിയാവിലും ഗുണം ചെയ്യുന്ന നബി എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശേഷണത്തിൽപ്പെട്ട ഒന്ന് ബാഹ്യമായി മനുഷ്യനിൽ പറഞ്ഞാൽ ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ ആയത്തോടിയാൽ ശിർക്കാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ചോദ്യം. അതുപോലെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന ആയത്തിന് നുസ്രത്ത് എന്ന അർത്ഥമില്ല, ആദർശബന്ധു എന്ന അർത്ഥം പറഞ്ഞു. അല്ലാഹു തആല ആദർശബന്ധു എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം വന്നല്ലോ. എന്താണ് അല്ലാഹു ആദർശബന്ധു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മറിച്ച് ഇമാം റാജി പറയുന്നു, വകുല്ലുമൻ അൻസഫ വതറക തഅസുബ, ആത്മാർത്ഥതയുള്ളവനും പക്ഷപാതം ഒഴിച്ചവനും വതഅമ്മല ഫീ മുഖ